ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഒരു നിയമസഭ കൂടി BJPക്ക് ഒപ്പമാകും എന്നുള്ള വാർത്ത തന്നെയാണ്. അത് ജാർഖണ്ഡ് നിയമസഭയിലെ 12 MLAമാർ ദില്ലിയിൽ എത്തിയിരിക്കുന്നു. നിർണായക നീക്കം നടക്കുന്നു. 81 അംഗ നിയമസഭയാണ് ജാർഖണ്ഡ് നിയമസഭ. 42 സീറ്റുണ്ടെങ്കിൽ ഭരിക്കാൻ കഴിയും. ഇവിടെ JMM കോൺഗ്രസും അടങ്ങുന്ന സർക്കാരാണ്, INDA സർക്കാർ എന്ന് തന്നെ പറയേണ്ടി വരും. ആ സർക്കാരാണ് അവിടെ ഭരിക്കുന്നത്. JMMന് 29 സീറ്റും കോൺഗ്രസിന് 17ഉം RJD ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിക്ക് 1 സീറ്റും CPIML ഒരു സീറ്റുമുണ്ട്. ഈ കണക്ക് വെച്ച് 48 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ഹേമന്ത് സോറൻ ജാർഖണ്ഡ് ഭരിച്ചിരുന്നത്. ഹേമന്ത് സോറൻ ആയിരുന്നു ഈ മുന്നണിയെയും പാർട്ടിയെയും ഒക്കെ ഐക്യപ്പെടുത്തി, ഇല്ലെങ്കിൽ അവരെ ഒരുമിച്ച് നിർത്തി മുൻപോട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഹേമന്ത് സോറൻ അകത്താണ്. കള്ളപ്പണ ഇടപാടിൽ ഹേമന്ത് സോറൻ അകത്തായി. തുടർന്ന് വന്ന ചമ്പേ സോറൻ്റെ മന്ത്രിസഭ തുടക്കം മുതൽ തന്നെ കല്ലുകടിയായിരുന്നു. ചമ്പേ സോറനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിച്ചത് JMMൽ തന്നെ വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. അതിനിടയിലാണ് ചമ്പേ സോറൻ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയ 4 കോൺഗ്രസ് മന്ത്രിമാർക്കെതിരെ കോൺഗ്രസിൻ്റെ MLAമാർ തന്നെ നിലപാടെടുത്തിരിക്കുന്നത്. അവർ ഇപ്പോൾ ദില്ലിയിലെത്തിയിരിക്കുന്നു. അനൂപ് സിംഗ്, കുമാർ ജയ്മംഗൽ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിലാണ് അവർ ദില്ലിയിലെത്തിയിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് തങ്ങൾ ഹൈക്കമാൻഡിനെ കാണും. ഹൈക്കമാൻഡിന് തങ്ങൾ കത്തെഴുതിയിരുന്നു, മറുപടി ലഭിക്കാത്തതിനാലാണ് ദില്ലിയിലെത്തിയിരിക്കുന്നത്. തങ്ങൾ ഹൈക്കമാൻഡിനെ കാണും, തങ്ങളുടെ കാര്യങ്ങൾ പറയും, അതിനുശേഷം തങ്ങൾ നിലപാടെടുക്കും എന്നാണ്. ഇതിനിടയിൽ JMM, അതായത് ജാർഖണ്ഡ് മുക്തി മോർച്ച, ജാർഖണ്ഡ് ഭരിക്കുന്ന പാർട്ടി, ഹേമന്ത് സോറൻ്റെ പാർട്ടി, ആ പാർട്ടിക്കുള്ളിലും വലിയ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് BJP അധികാരത്തിലേറുമോ എന്നൊരു സംശയം ഉടലെടുക്കുന്നത്. BJPക്ക് നിലവിൽ 26 സീറ്റുണ്ട്. അവർ സഖ്യകക്ഷിയായി AJSUവിന് 3 സീറ്റ്, NCPക്ക് അജിത് പവാർ പക്ഷം 1 സീറ്റ്, ഒപ്പം തന്നെ ഇൻഡിപെൻഡൻറ്റ് 2 സീറ്റ്. അങ്ങനെ ടോട്ടൽ 32 സീറ്റ് BJPക്കുണ്ട്. അതായത് 12 MLAമാർ മാറി വന്നാൽ സ്വാഭാവികമായും BJPക്ക് ജാർഖണ്ഡിൽ ഭരണം പിടിക്കാൻ കഴിയും. കോൺഗ്രസിനെ സംബന്ധിച്ച് ആ കൂറുമാറി വരുന്ന MLAമാർക്ക് കൂറുമാറ്റ നിയമം ബാധകമായിരിക്കില്ല. കാരണം ആകെ 17 MLAമാരുണ്ട്. അതിൽ 12 പേരും വന്നു കഴിഞ്ഞാൽ കൂറുമാറ്റമാകില്ല. അങ്ങനെ നോക്കുമ്പോൾ BJPക്ക് സാധ്യത കൂടുതലാണ്. ഇത് നേരത്തെ തന്നെ പല മാധ്യമങ്ങളും പറഞ്ഞിരുന്നതാണ്. ഹേമന്ത് സോറൻ അകത്ത് പോകുന്നതോടെ ജാർഖണ്ഡിൽ ഭരണം INDA മുന്നണിക്ക് നഷ്ടപ്പെടുമെന്ന്. കാരണം ഹേമന്ത് സോറൻ്റെ കഴിവ് മറ്റാർക്കും ആ പാർട്ടിയിലില്ല, ഈ പാർട്ടിയെ മുന്നണിയെ ഒന്നിച്ചു കൊണ്ടുപോകാൻ. ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത 12 MLAമാർ ദില്ലിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.